നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലും 3rd ചാപ്റ്ററായ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അഥവാ വർഗ്ഗസമവാക്യങ്ങൾ അതിലും പേജ് നമ്പർ 53-ലെ 1ഉം 2ഉം ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സി ദീസ് കമ്പ്യൂട്ടേഷൻസ് ഹാഫ് സ്ക്വയർ പ്ലസ് 1 and half square is equal to 2 and half. 1 and half square plus 2 and half square is equal to 8 and half. 2 and half square plus 3 and half square is equal to 18 and half. Write the next two lines following this pattern. Explain the general principle of this using algebra. അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. അതിൽ നെക്സ്റ്റ് 2 ലൈൻസും കൂടെ നമ്മൾ എഴുതണം. പിന്നെ രണ്ടാമത്തെ പാർട്ട് ഇതിൻ്റെ ജനറൽ ഫോം എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ആൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എഴുതണം. പിന്നെ അവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഹാഫ് സ്ക്വയർ പ്ലസ് 1 and half square is equal to 2 and half. 1 and half square plus 2 and half square is equal to 8 and half. 2 and half square plus 3 and half square is equal to 18 and half. ഇവിടെ നോക്കിയേ, ഹാഫ് സ്ക്വയർ പ്ലസ് 1 and half square. അതായത് ഇവിടെ ഹാഫ് ആണെങ്കിൽ പിന്നെ 1 ആഡ് ചെയ്താണ് പോകുന്നത്. ഹാഫ് സ്ക്വയർ 1 and half square. ഇവിടെ 1 and half square ആകുമ്പോൾ 2 and half square. അതായത് അര ഇവിടെ 1 കൂട്ടുമ്പോൾ 1.5, ഇവിടെ 1.5, ഇവിടെ 1 കൂട്ടുമ്പോൾ 2.5, അതുപോലെ ഇവിടെ 2.5, 1 കൂട്ടുമ്പോൾ 3.5. ഇനി ഇപ്പം 3 ലൈനാണ് ഈ പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. അടുത്ത 2 ലൈൻ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ ലൈനിൻ്റെ ഈ രണ്ടാമത്തെ ഇതിൽ നിന്നാണ്. ഇത് 1.5 ആണെങ്കിൽ ഇവിടെ 1.5, ഇത് 2.5 ആണെങ്കിൽ ഇവിടെ 2.5. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 3.5 ഇവിടുത്തെ ലാസ്റ്റ് ടേം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 3.5 ആയിരിക്കും. പിന്നെ 1 കൂട്ടിയാൽ അടുത്ത ടേം കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 3.5. 3 and half square പ്ലസ് പിന്നെ 1 കൂട്ടുക. അപ്പം എന്ത് വരും? 4 and half square. ഇനി ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. 2 and half ഇവിടെ തന്നിരിക്കുന്നത് 2 is equal to 2 into 1 square. അതുപോലെ 8 കിട്ടിയിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്. 8 is equal to 2 into 2 square. അതുപോലെ അടുത്തത് 18 ആണ്. 18 കിട്ടിയിരിക്കുന്നത് 2 into 3 square. അങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ടേം എന്ത് വരും? ഇവിടെ എങ്ങനെയാണ് വരുന്നത്? 2 into ഇവിടെ ഉള്ളത് 4 ആണ്, 4 square. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ വരുന്നത് 2 into 1 square. ഈ ടേമാണ് എടുത്തിട്ട് 1 and half, രണ്ടാമത്തെ ടേമിൻ്റെ ഈ നമ്പർ 1. അപ്പോൾ 2 into 1 square. ഇവിടെ ആണെങ്കിൽ 2 ആണ്, 2 into 2 square. ഇവിടെ ആണെങ്കിൽ 3 ആണ്, 2 into 3 square. അപ്പോൾ ഇവിടെ എന്താണ്? 4 ആണ്. അപ്പോൾ ഇതെന്ത് വരും? 2 into 4 square എന്ന് പറയുമ്പം 2 into 16. അപ്പോൾ ഇതെന്ത് വരും? 32. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 32 and half. ഇനി അടുത്ത ലൈൻ എഴുതാലോ. അടുത്ത ലൈൻ എന്താണ്? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 4 and half square പ്ലസ് 5 and half square is equal to, ഇവിടെ എങ്ങനെയാണ് വരുന്നത്? 2 into ഈ നമ്പർ 5 square. 2 into 5 square എന്ന് പറഞ്ഞാൽ 2 into 25, 50. അപ്പോൾ ഇവിടെ എന്ത് വരും? 50 and half. അപ്പോൾ ഈ 2 ലൈനാണ്, ഈ പാറ്റേണിലെ 2 ലൈനാണ് നമ്മൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? അടുത്തത് അതിൻ്റെ ജനറൽ ഫോം, അതായത് ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം എഴുതാനാണ് സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ നോക്കിയാൽ ഈ ഹാഫ് സ്ക്വയർ പ്ലസ് 1 and half square, ഈ ഹാഫ് എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എടുക്കാമല്ലോ? 1 minus half. 1 minus half അല്ലേ ഹാഫ്? 1 minus half square പ്ലസ് ഈ 1 and halfന് നമുക്ക് എങ്ങനെ എഴുതാം? 1 plus half. അത് 1ഉം അരയും കൂടി കൂട്ടിയാലല്ലേ 1.5, 1.5 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇപ്പോൾ 1.5 സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 മൈനസ്, ഇവിടെ മൈനസ് ആണ് വരേണ്ടത്, 2 മൈനസ് ഹാഫ് സ്ക്വയർ. അപ്പോൾ ഇവിടെയോ 2 പ്ലസ് ഹാഫ് സ്ക്വയർ. ഇനി അടുത്തത് എന്താണ്? 2 and half ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 3 മൈനസ് ഹാഫ് സ്ക്വയർ പ്ലസ്, അപ്പോൾ ഇതെന്ത് വരും? പ്ലസ്, ഒന്ന് മൈനസും ഒന്ന് പ്ലസും, 3 പ്ലസ് ഹാഫ് സ്ക്വയർ. അപ്പോൾ അടുത്തത് എന്ത് വരും? ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കലി എഴുതാം ഇത് പാറ്റേൺ. 4 മൈനസ് ഹാഫ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് ഹാഫ് സ്ക്വയർ.
അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 1 2 3 4 അങ്ങനെയാണ് പോണത്. ഇവിടെയും അങ്ങനെ 1 2 3 4. ഇത് ഹാഫ്, ഇത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഇവിടെ മൈനസ് ചെയ്യുന്നതും ഇവിടെ പ്ലസ് ചെയ്യുന്നതും ഹാഫാണ്. അപ്പോൾ ഇത് ഈ ചേഞ്ച് ചെയ്ത് വരുന്നതിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? എക്സ് മൈനസ് ഹാഫ് ഹോൾ സ്ക്വയർ പ്ലസ് ഇത് എക്സ് പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ. അപ്പോൾ അതിന് ജനറൽ ഫോം നമുക്ക് ഇങ്ങനെ എടുക്കാം. എക്സ് മൈനസ് ഹാഫ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ഹാഫ് സ്ക്വയർ. എക്സ് മൈനസ് ഹാഫ് ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ല ഐഡൻറ്റിറ്റി. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്താണ്? 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ എന്ന് പഠിച്ചില്ലേ? അല്ലെങ്കിൽ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നും പറയാം. അപ്പോൾ അതൊന്ന് ഓർക്കുക. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെ വരും? എക്സ് മൈനസ് ഹാഫ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ഹാഫ് സ്ക്വയർ. ഇത് തന്നെയല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 2x സ്ക്വയർ പ്ലസ് ഇവിടെ y എന്താണ്? ഹാഫാണ്. അപ്പോൾ 2 ഇൻറ്റു 1/2 സ്ക്വയർ. 2x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1/4. അപ്പോൾ 2 ഇതിൽ 2 ടൈംസ്. അപ്പോൾ ഇതെങ്ങനെ വരും? 2x സ്ക്വയർ പ്ലസ് 1/2 എന്ന് വരും. 2x സ്ക്വയർ പ്ലസ് 1/2. എക്സ് മൈനസ് ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. ഇതിൻ്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രിക് ഫോം ഇതാണ്. എക്സ് മൈനസ് ഹാഫ് ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2x സ്ക്വയർ പ്ലസ് 1/2. ഇതാണ് ഇതിൻ്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ജനറൽ ഫോം. എക്സ് മൈനസ് ഹാഫ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ഹാഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1/2. ഇനി നമുക്ക് ഇത് കറക്റ്റ് ആണെന്ന് അറിയാനായിട്ട് ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ ജനറൽ ഫോം ഇതാണ്. എക്സ് മൈനസ് ഹാഫ് ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1/2. നമുക്കിവിടെ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്നുള്ളത് കൊടുത്തു നോക്കാം. എക്സിന് 3 കൊടുത്തു നോക്കാം. എക്സിന് 3 കൊടുത്താൽ ഇവിടെ എങ്ങനെ വരും? അതായത് നമുക്കപ്പോൾ ഇതാണ് കിട്ടേണ്ടത്. എക്സിന് 3 കൊടുക്കുമ്പോൾ 3 മൈനസ് ഹാഫ് ഹോൾ സ്ക്വയർ പ്ലസ് 3 പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെ വരേണ്ടത് എന്താണ്? എക്സിന് 3 അല്ലേ? 3 സ്ക്വയർ പ്ലസ് 1/2. ഈ പാർട്ട് നോക്കിയേ. 3 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2.5. 3 കുറച്ചാൽ 2.5 സ്ക്വയർ പ്ലസ് 3 പ്ലസ് ഹാഫ് എന്താണ്? 3.5. 2.5 പ്ലസ് 3.5 സ്ക്വയർ. 2.5 സ്ക്വയർ പ്ലസ് 3.5 സ്ക്വയർ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് 18.5ആണ്. അപ്പോൾ ഇവിടെ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 2 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 1/2. അതായത് 18 പ്ലസ് 1/2 ഇസ് ഈക്വൽ ടു എന്താണ്? 18 1/2. അത് ഇത് കിട്ടിയില്ലേ? അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം ഇതാണ്. എക്സ് മൈനസ് ഹാഫ് ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1/2. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്തിട്ട് അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. സം നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. ഫോർ എക്സാമ്പിൾ 24 is equal to 7 square minus 5 square is equal to 5 square minus 1 square. 32 is equal to 9 square minus 7 square is equal to 6 square minus 2 square. 40 is equal to 11 square minus 9 square is equal to 7 square minus 3 square. Write the next few multiples of 8 as the difference of 2 perfect squares in 2 different ways. Explain algebraically how we can do this for all multiples of 8 starting with 24. ഇവിടെ 8ൻ്റെ മൾട്ടിപ്പിൾസ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ നെക്സ്റ്റ് ഫ്യൂ മൾട്ടിപ്പിൾസ് 1 2 3 ലൈനും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആൾജിബ്രിക് ഫോം എക്സ്പ്ലെയിൻ ചെയ്യണം. സ്റ്റാർട്ടിങ് വിത്ത് 24 ആണ്. 8ൻ്റെ മൾട്ടിപ്പിൾസിൽ 24 തുടങ്ങുന്നതിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ 8ൻ്റെ മൾട്ടിപ്പിൾസ് അതായത് 24 32 40 ഇതെല്ലാം 8ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്.
8ൻ്റെ മൾട്ടിപ്പിൾസിന് രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അത് രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട്. രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട്, അല്ലെങ്കിൽ രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതിയിരിക്കുന്നു 8ൻ്റെ ഗുണിതങ്ങളെ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 24, 32, 40. അപ്പോൾ അടുത്ത് വരേണ്ടത് ഏതാണ്? നമുക്കറിയാം അടുത്ത 8ൻ്റെ മൾട്ടിപ്പിൾ എന്താണ്? 48 ആണ് അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, 7, 5 ഇതെല്ലാം ഓഡ് നമ്പേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 7, അടുത്ത ഓഡ് നമ്പർ 9, അടുത്ത ഓഡ് നമ്പർ 11, അങ്ങനെയുള്ള അടുത്ത ഓഡ് നമ്പർ എത്ര വരണം? 13 അല്ലേ? അതായത് ഇവിടെ വരുന്നതെല്ലാം ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 13 സ്ക്വയർ മൈനസ് ഇവിടെയും അതുപോലെ തന്നെ 5, 7, 9. അപ്പോൾ അടുത്തത് എന്താണ്? 11 ആണ്. is equal to ഇവിടെ എന്താണ്? 5, 6, 7 അടുത്തടുത്തുള്ളതാണ്. 5, 6, 7. അപ്പോൾ അടുത്തത് എന്ത് വരും? 8 സ്ക്വയർ മൈനസ് 1, 2, 3. അപ്പോൾ അടുത്തത് എന്താണ്? 4 സ്ക്വയർ. ഇനി അടുത്ത മൾട്ടിപ്പിൾ എന്ത് വരും? 56. 8ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ, അടുത്ത ഗുണിതം. അപ്പോൾ ഇവിടെ 13 കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യ എന്താണ്? 15 സ്ക്വയർ മൈനസ് ഇവിടെ 11 കഴിഞ്ഞാലോ 13 സ്ക്വയർ ഈക്വൽ ടു ഇവിടെ 8 കഴിഞ്ഞാൽ പിന്നെ 9 സ്ക്വയർ. അതുപോലെ ഇവിടെ 4 കഴിഞ്ഞാൽ പിന്നെ 5 സ്ക്വയർ. ഇനി അടുത്തത് എന്ത് വരും? അടുത്തത് 64 അല്ലേ? 8ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 64 ആണ്. അപ്പോൾ ഇവിടെ 15. അപ്പോൾ അടുത്ത നമ്പർ എന്ത് വരും? 15 കഴിഞ്ഞാൽ പിന്നെ 17 ആണ്. 17 സ്ക്വയർ മൈനസ് 13 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 15 ആണ്. 15 സ്ക്വയർ ഈക്വൽ ടു ഇവിടെ 9 കഴിഞ്ഞാൽ പിന്നെ 10 സ്ക്വയർ. ഇവിടെ 5 കഴിഞ്ഞാൽ പിന്നെ 6 സ്ക്വയർ. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇത് എഴുതാൻ എളുപ്പമല്ലേ? ഇനി ഇതിൻ്റെ ആൾജിബ്രിക് ഫോം എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ? ജനറൽ ഫോം എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് നോക്കാം. നമ്മൾ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചില്ലേ? 4xy എന്താണ്? x + y ഹോൾ സ്ക്വയർ മൈനസ് x - y ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കിയാൽ ഇത് 24ലാണ് തുടങ്ങുന്നത്. അപ്പോൾ 24 4 ഇൻറ്റു xyക്ക് നമ്മൾ വാല്യൂ കൊടുക്കാം. 24 നമുക്ക് എങ്ങനെ എഴുതാം? 24 = 4 ഇൻറ്റു 6, 6 ഇൻറ്റു 1, 4 ഇൻറ്റു 6 ഇൻറ്റു 1. അപ്പം 4 ഇവിടെ കോമൺ ആയിട്ടുള്ളത്. എക്സിന് എന്താണ്? നമ്മൾ ഇവിടെ എക്സ് ആണ് 6 ആയിട്ട് വരുന്നത്, വൈ ആണ് 1 ആയിട്ട് വരുന്നത്. = x + y ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് എന്താണ്? 6, വൈ എന്താണ്? 1. അപ്പോൾ 6 + 1 ഹോൾ സ്ക്വയർ മൈനസ് 6 - 1 ദ ഹോൾ സ്ക്വയർ. 6 + 1 എന്താണ്? 7 സ്ക്വയർ മൈനസ് 6 - 1 എന്താണ്? 5 സ്ക്വയർ. ഇതല്ലേ നമുക്കിവിടെ ആദ്യത്തെ സെറ്റ് കിട്ടിയിരിക്കുന്നത്, 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ 24നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 4xy എന്നുള്ള ഈ ഫോം എടുത്തു. അപ്പോൾ 4 ഇൻറ്റു പിന്നെ ബാക്കി അവിടെ 24 കിട്ടണമെങ്കിൽ 4 ഇൻറ്റു 6 ആണ്. 6നെ നമ്മൾ 6 ഇൻറ്റു 1 എഴുതി. അപ്പോൾ എക്സ് 6ഉം വൈ 1ഉം. അപ്പോൾ ഈ ഫോം വരുമ്പോൾ x + y ദ ഹോൾ സ്ക്വയർ മൈനസ് x - y ഹോൾ സ്ക്വയർ. അത് നമുക്ക് ഈ റിസൾട്ട് കിട്ടി. ഇനി അടുത്ത റിസൾട്ട്, ഇതിന് 2 റിസൾട്ട് ഉണ്ടല്ലോ, 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അതെങ്ങനെ കിട്ടും എന്ന് നോക്കാം. ഇത് തന്നെ ഇപ്പോൾ 24നെ നമുക്ക് 4 ഇൻറ്റു 4 ഇവിടെ കോമൺ ഇൻറ്റു എക്സ് 6 അതിനല്ലേ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? 6നെ 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ എക്സ് ആണ് 3, വൈ ആണ് 2. അപ്പോൾ ഇവിടെ എന്ത് വരും? x + y ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് എന്താണ്? 3 + 2 ഹോൾ സ്ക്വയർ മൈനസ് x - y. x - y എന്താണ്? 3 - 1 ഹോൾ സ്ക്വയർ. 3 + 2 എന്താണ്? 5 സ്ക്വയർ മൈനസ് 3 - 1 എന്താണ്? 2. സോറി, ഇവിടെ 3 - 2 ആണ് കേട്ടോ. 3 - 2. 3 - 2 എന്താണ്? 1 സ്ക്വയർ. ഇതാണ് രണ്ടാമത്തെ റിസൾട്ട്. ഇനി ഇതുപോലെ ബാക്കി നമുക്ക് ചെയ്ത് നോക്കാം. 32ന് ചെയ്ത് നോക്കാം. അപ്പോൾ ജനറൽ ഫോം എങ്ങനെയാണ് വരുന്നത്? 4xy = x + y ഹോൾ സ്ക്വയർ മൈനസ് x - y ഹോൾ സ്ക്വയർ.
ഇനി നമുക്ക് അടുത്തത് 32 അല്ലേ, 32 നോക്കാം. 32ന് 4xy എന്നുള്ള ഫോമിൽ എങ്ങനെ എഴുതാം? 4 × 8 × 1 അല്ലേ, 4xy. അപ്പോൾ ഇവിടെ x എന്താണ്? 8, y എന്താണ്? 1. x + y 8 + 1 whole square minus 8 - 1 whole square. 8 + 1 എന്താണ്? 9 square. -8 - 1 എന്താണ്? 7 square. ഇതാണല്ലോ 32ൻ്റെ ആദ്യത്തെ റിസൾട്ട്. അത് കിട്ടി. ഇനി രണ്ടാമത്തത് എങ്ങനെ കാണും? വീണ്ടും നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇത് 8നെ വീണ്ടും ഫാക്ടേഴ്സ് ആക്കാം. അതായത് 32 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 4 × ഇത് 32ൻ്റെ ആണ്. 32 = 4 × 8നെ നമുക്ക് എങ്ങനെ എഴുതാം? വീണ്ടും 4 × 2 എന്ന് എഴുതിക്കൂടെ? 4 × 2. അപ്പോൾ ഇവിടെ x എന്താണ്? 4 ആണ്. y എന്താണ്? 2 ആണ്. അപ്പോൾ ഇതെങ്ങനെ വരും? x + y. x + y എന്ന് പറഞ്ഞാൽ 4 + 2 whole square മൈനസ് x - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 - 2 whole square. 4 + 2 എന്താണ്? 6 square. -4 - 2 എന്താണ്? 2 square. ഇതാണ് രണ്ടാമത്തെ റിസൾട്ട്. അതിൻ്റെ ജനറൽ ഫോം എന്താണ്? ആൾജിബ്രിക് ഫോം എന്താണ്? 4xy = x + y whole square minus x - y whole square. ഇവിടെ നമുക്ക് 8ൻ്റെ 24 തുടങ്ങിയിട്ടുള്ള ഗുണിതങ്ങൾ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് രണ്ട് രീതിയിൽ എഴുതാം. അപ്പം അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ രണ്ട് രീതിയിലും കിട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അത് ഈ 24നെ നമ്മൾ 4 × എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക, ഫാക്ടേഴ്സ് ആക്കുക. അപ്പോൾ എക്സിനും വൈക്കും ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഇതിൽ x + y whole square minus x - y whole square എന്നുള്ളതിൽ കൊടുത്താൽ ഈ റിസൾട്ട് കിട്ടും. അതുപോലെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഈ റിസൾട്ടും കിട്ടും. ഓക്കെ.